ഇനി നമ്മൾ ഏറെ കാത്തിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ്. എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഹൃദയമെത്തിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 33 വയസ്സുകാരൻ കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയമാണ് കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. അനിൽ ജോർജ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനില, ഈ ഹൃദയം എയർ ആംബുലൻസ് വഴി എത്തിക്കുന്നതൊക്കെ നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നതാണ്. ശസ്ത്രക്രിയ ആരംഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര സമയം വരെ നീണ്ടു നിൽക്കും? അത് വളരെയധികം സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഒരു ശസ്ത്രക്രിയയാണെന്ന് നമുക്കറിയാം. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഗീത, ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ലിസി ആശുപത്രിയിൽ ആരംഭിച്ചിരുന്നു. അതായത് ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാഥമികമായ ശസ്ത്രക്രിയയുടെ നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചു. മറ്റൊരു ടേബിളിൽ അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഹൃദയം എത്തുകയും ചെയ്തത്. എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ച ഹൃദയം 5 കിലോമീറ്റർ കൂടുതൽ ദൂരം റോഡ് മാർഗം 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്തി. അതിനുശേഷം ഡോക്ടർ ജോ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമായിരുന്നു ഹൃദയം ഇവിടേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ആണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 6 മണിക്കൂറിന് മുകളിലേക്കൊക്കെ നീളുന്ന സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആണ് നടക്കുന്നത്. എന്നാൽ ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം തന്നെ ഒരു പുരോഗതിയിൽ സംബന്ധിച്ച ഒരു സൂചനകൾ ലഭ്യമാകും എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അപ്പോഴും അത് പുറത്തേക്കൊരു വാർത്തയായി നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാവില്ല. ഏതായാലും ശസ്ത്രക്രിയ നടപടികൾ പൂർത്തിയായി ഒരു 7-8 മണിക്കൂറിന് ശേഷം ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് ശസ്ത്രക്രിയ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എത്തുകയുള്ളൂ. ഏതായാലും ഒരു പോസിറ്റീവായ ഒരു വിവരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്കമാലി സ്വദേശിയായ 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനിലേക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുന്നത്. ലിസി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം 29ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. സംഗീത. ശരി, അനിൽ പറഞ്ഞു വെച്ചതുപോലെ എന്താണെങ്കിലും വളരെ പോസിറ്റീവായ ഒരു വാർത്ത നമ്മളെ തേടിയെത്തട്ടെ. അനിൽ ജോർജാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.